ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലത്തെ കുറച്ച് പരിപാടികളാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളും ഒക്കെയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഞങ്ങൾക്കിവിടെ സുഖമാണ്. അപ്പോൾ രാവിലെ പുട്ടും കടലയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ടും കടലക്കറിയും, ഗോതമ്പ് പുട്ടും കടലക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം രാവിലെ എഴുന്നേറ്റ് വന്നതാണ്. അപ്പം രാവിലെ മോന് സ്കൂളിലൊന്നും പോകണ്ട, 9 മണിയൊക്കെ ആയിട്ട് പോയാൽ മതി. ഇപ്പം എക്സാമൊക്കെയാണ്. അപ്പം 9 മണിയൊക്കെ ആയിട്ട് പോയാൽ മതി. അപ്പം ഞാൻ ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഇപ്പം മണി 7 അപ്പം രാവിലത്തെ ഇപ്പം തണുപ്പൊക്കെ മാറി, ഇപ്പം ചൂടൊക്കെ തുടങ്ങി. ചൂടെന്ന് പറഞ്ഞാൽ അത്ര കൂടുതലായില്ല, തുടങ്ങുന്നു ചൂട്. ചെറുതായിട്ട് ജലദോഷമുണ്ട്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയതിൻ്റെയാണെന്ന് തോന്നുന്നു. ചെറുതായിട്ട് ഒരാൾക്ക് പനി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പനി വരുമല്ലോ. അപ്പം അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ട്, തൊണ്ടവേദനയും മൂക്കടപ്പും ഒക്കെ. അപ്പോൾ കടലയൊക്കെ കഴുകി കുക്കറിലാക്കി അടപ്പിൽ വെച്ച് ഇനി ചായ ഇടണം. പിന്നെന്താ, നമ്മുടെ രാവിലത്തെ പരിപാടി ഇതൊക്കെയാണ്. രാവിലത്തെ ഈ തിരക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചായ ഇടലും കാപ്പി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം എവിടെയെങ്കിലും ഇരിക്കാം. രാവിലെ എഴുന്നേറ്റ് നേരെ രാവിലത്തെ കുറച്ച് എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നൊരു 8 മണി കഴിയണം ഇതിന്നൊന്ന് പുറത്തിറങ്ങാൻ. എല്ലാവർക്കും കാപ്പിയൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരിക്കും. കുറച്ച് നേരം ഫോണൊക്കെ നോക്കി കുറച്ച് നേരം ഇരിക്കും. പിന്നെ വീണ്ടും പണികൾ തുടങ്ങും. ഉച്ചക്കത്തേക്കുള്ള പരിപാടികൾ, അലക്ക്, അങ്ങനെയൊക്കെ കുറേ പണികളുണ്ട്. പിന്നെ കുറച്ച് നേരം ഈ പരിപാടിയൊക്കെ രാവിലത്തെ കാപ്പിയുടെയൊക്കെ പരിപാടികൾ കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് നേരം മോൻ്റെ കൂടെ പോയിരുന്ന് അവൻ്റെ കൂടെ വർത്തമാനം പറഞ്ഞ് അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കും. അവൻ പിടിച്ചിങ്ങനെ ഇരുത്തും. വേറെ പിള്ളേരൊന്നും അടുത്തില്ലല്ലോ, അവൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ചേട്ടൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അനിയൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. അപ്പോൾ കടലയൊക്കെ അങ്ങനെ കിടന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും ഞാൻ 2-3 ഉള്ളിയൊക്കെ എടുത്ത് സവോളയൊക്കെ എടുത്ത് അരിയാമെന്ന് വിചാരിച്ചു. സവോളയൊക്കെ അങ്ങനെ അരിയുവാണേ. എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബൊന്നും അധികം കയറുന്നതേ ഇല്ല. നമ്മളിപ്പം ചാനൽ തുടങ്ങിയിട്ട് 3-4 മാസമായി. നമുക്കധികം ആളൊന്നും കയറുന്നേ ഇല്ല. നമ്മുടെ വീഡിയോ ഒന്നും അങ്ങനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം, അറിയില്ല. ആളുകളൊന്നും കയറുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും വീഡിയോസിൽ മാറ്റങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഓരോരുത്തർക്ക് കാണുമ്പോൾ. അങ്ങനെ അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പറയാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ശരിയാക്കി കൊണ്ടുവരും. എനിക്കിതിനെക്കുറിച്ച് വലിയ അങ്ങോട്ട് പിടിയൊന്നുമില്ല. അപ്പോൾ എനിക്കറിയാവുന്നത് പോലൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായമോ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായാൽ നിങ്ങളൊക്കെ പറയുക, കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പാലൊക്കെ തിളച്ച് ഞാൻ കടും ചായയായിട്ടൊന്ന് വേറെ മാറ്റി. അങ്ങനെ ചായ ഇടത്തില്ല, ഞാൻ ആ പാലിനകത്ത് തന്നെ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ തന്നെ പാൽ വെച്ച് തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും തേയിലയും ഒക്കെ ഇട്ട് എടുക്കത്തേ ഉള്ളൂ. അങ്ങനെ തിളപ്പിച്ചെടുക്കത്തേ ഉള്ളൂ. അപ്പോൾ കടലയൊക്കെ ഇരുന്ന് വേവുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അത് വിസിലടിക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇന്ന് അമ്പലത്തിൽ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ അമ്പലത്തിൽ പോകണമെന്നുള്ള ഒരു ഇതിലൊക്കെ ആയിരുന്നു രാവിലെ. നോക്കട്ടെ, സമയത്തിൻ്റെ ഇതുപോലെ ഇരിക്കും. കാരണം പുള്ളിക്ക് ജോലിക്ക് പോകേണ്ടത് കാരണം 8:30 മുമ്പ് നമുക്ക് തിരിച്ചെത്താനും പറ്റത്തില്ലെന്ന് തോന്നുന്നു. അമ്പലത്തിൽ പോയാൽ നമ്മൾ സോമനാഥിൽ പോകണമെന്നാണ് വിചാരിച്ച. മാസത്തിലൊരിക്കൽ, മാസത്തിൽ 1-2 തവണയൊക്കെ ഇങ്ങനെ പോകും. അപ്പം ഇന്ന് പോകണമെന്നൊരു ഇത് തോന്നി. അമ്മ പോകാമെന്ന് വിചാരിച്ചു. നടക്കുമെന്നറിയില്ല. അപ്പോൾ ചായയൊക്കെ തിളച്ച് ഇനി ചായ കുടിച്ചിട്ടുള്ള ഇപ്പോൾ രാവിലെ ചായ ഒരെണ്ണം കുടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉന്മേഷവും പിന്നെ പണികളൊക്കെ ചെയ്യാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാവും. ചായ ഇട്ട് വെച്ചാലും അവർക്ക് എഴുന്നേറ്റ് വരാൻ ലേറ്റാവും. ഞാൻ രാവിലെ ചായ കുടിച്ചിട്ട് അങ്ങനെ അടച്ച് വെക്കും. പിന്നെ അവർ വരുന്നതനുസരിച്ച് അവർക്ക് ചൂടാക്കി കൊടുക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ചെറിയ മോൻ ചായയും പാലും അതൊന്നും കുടിക്കത്തില്ല, അവന് അതൊന്നും വേണ്ട.
അപ്പം ഞങ്ങൾക്ക് 3 പേർക്കുള്ള ചായ മതി. മൂത്തവന് ചായയൊന്നും അങ്ങനെ കുടിക്കാറില്ല. അവനെ പിന്നെ നിർബന്ധിച്ച് രാവിലത്തെ ഒരു ചായ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുടിക്കാൻ പറയും. അപ്പം ചായയൊക്കെ കുടിക്കട്ടെ, ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് നിന്നിട്ട് അടുത്ത പണിയൊക്കെ തുടങ്ങട്ടെ. ഓരോ ദിവസം രാവിലെ എന്ത് ചെയ്യും, എന്താണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, എന്തുണ്ടാക്കും, ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ടത് എന്തൊക്കെ ചെയ്യേണ്ടി വരും, അങ്ങനെ ആലോചിച്ചാ തലേന്നേ കിടക്കുന്നു. നാളത്തേക്ക് എന്തായിരിക്കും ഉണ്ടാക്കേണ്ടത്. ഒരാൾക്ക് പുട്ട് ഇഷ്ടമായി. ഇപ്പം പുട്ട് ഞങ്ങൾ 3 പേരും കഴിക്കും. ചെറിയ മോൻ പുട്ട് കഴിക്കത്തില്ല. ഇനി അവന് വേറെ എന്തെങ്കിലും സെപ്പറേറ്റ് ഉണ്ടാക്കണം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു റൂം. പിന്നെ വേറൊരു റൂമുണ്ട്. ഇതാ ഹാള്, കയറി വരുന്ന ഹാള്. അപ്പം നമുക്ക് ഈ ഒരു ഹാളും ഒരു റൂമും അടുക്കളയും പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം അകത്തുണ്ട്. പുറത്തുമുണ്ട് ബാത്റൂം. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് സൗകര്യങ്ങളൊക്കെ തീരെ കുറവാണ്. അപ്പം കടലയൊക്കെ വെന്ത് ഞാൻ വാങ്ങി വെച്ചു. അപ്പോൾ കുളിക്കാനായിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചതാണ്. അമ്പലത്തിൽ പോകാൻ പറ്റുമെങ്കിൽ പോകാമല്ലോ എന്ന് വിചാരിച്ച്. രാവിലെ എന്നാലും ചെറിയൊരു ഇതുണ്ട്, തണുപ്പ് പോലെ. അപ്പം അതുകൊണ്ട് വെള്ളം വെച്ചതാണ്. ഇതിനിടയ്ക്ക് കടല വെന്തു. ഉള്ളിയൊക്കെ വഴട്ടി, ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റിയിട്ട് ഞാൻ കടലക്കറി വയ്ക്കുമ്പോൾ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാല ലാസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുവേ. അതിനിടയ്ക്ക് പുട്ടിൻ്റെ മാവ് കുഴയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ ഗോതമ്പ് പൊടി എടുത്ത് കുഴച്ച് വെച്ച് ഞാനിതൊന്ന് കുഴച്ചിട്ട് ഞാൻ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുക്കുവേ, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അന്നേരം നല്ല മയമാണ്, നല്ല പുട്ട് ഈ കട്ട കെട്ടി നിൽക്കത്തില്ല, കട്ടയായിട്ടിരിക്കത്തില്ല, എല്ലാം പൊടിയായിട്ട് നല്ലതാണ്. അപ്പം അതങ്ങനെ അവിടെ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് കടലക്കറിക്കുള്ള പൊടികളൊക്കെ, മസാലപ്പൊടികളൊക്കെ ചേർക്കട്ടെ. എന്നിട്ട് കുറച്ച് കടല ഞാൻ അതിൽ നിന്നെടുത്ത് മാറ്റുവേ, മാറ്റിയിട്ട് ഞാനത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അത് അരച്ച് ചേർക്കുക കടലക്കറിക്ക് ഇച്ചിരി കൊഴുപ്പ് കൂടുവേ, അല്ലെങ്കിൽ വെള്ളം പോലെ ഇങ്ങനെ കിടക്കത്തില്ലേ. അപ്പം മിക്കവരും ചെയ്യുന്നതാണത്. അപ്പം ഞാനത് അരച്ച് അതിനകത്തോട്ട് ചേർത്തു. അങ്ങനെ കടലയൊക്കെ തട്ടിയിട്ട് അതൊന്ന് താവാൻ വെച്ചു. കറി ഇങ്ങനെ നല്ല കുറുകയിരിക്കും, വെള്ളം പോലെ ആവാതെ. പിന്നെ കുറച്ച് മസാലപ്പൊടിയും കൂടെ ലാസ്റ്റ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുവേ. ഞാൻ കടലക്കറിയൊക്കെ ഒന്ന് വാങ്ങി വെച്ചിട്ട് വേണം കുളിക്കാൻ. അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ ചൂടായി. ഞാൻ വെള്ളമൊക്കെ ഓഫ് ചെയ്തിട്ട് അപ്പോൾ കറിയൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പോയി കുളിച്ചിട്ടൊക്കെ വരാമെന്ന് ഓർത്തു. ബാക്കിയുള്ളവർക്കും അപ്പോഴത്തേക്ക് നമ്മൾ കുളിച്ച് റെഡിയായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കുള്ള വെള്ളമൊക്കെ വയ്ക്കാമല്ലോ. അപ്പോൾ അവർ റെഡിയാവും. അങ്ങനെ കടലക്കറി റെഡിയായി. അപ്പം ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. ഇനിയിപ്പം പുട്ടുണ്ടാക്കണമേ. പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവരെ വിളിക്കണം. പിന്നെ അന്നേരം ഏട്ടന് പോകാൻ പറ്റും, അമ്പലത്തിൽ വീട്ടിൽ വന്ന് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമുണ്ടോ എന്ന് ചോദിക്കണം. എന്നിട്ടേ അമ്പലത്തിൽ പോകുന്ന കാര്യം തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഞാൻ പുട്ട് ഉണ്ടാക്കാനായിട്ട് കുക്കർ വെച്ചാൽ നമ്മളിന്ന് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ചിരട്ടപ്പുട്ടെന്ന് പറഞ്ഞാൽ ചിരട്ടപ്പുട്ടിൻ്റെ പാത്രം ഉണ്ടല്ലോ, അതിനകത്ത് ആണ് ഉണ്ടാക്കുന്നത്. അവിടെയൊക്കെ തേങ്ങയൊക്കെ വീണ് അതൊക്കെ ഞാൻ കൈയോടെ തന്നെ തുടച്ച് കൊടുത്തു, അല്ലെങ്കിൽ പിന്നെ അത് അവിടെ ഇങ്ങനെ കിടക്കും. കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ പുട്ടൊക്കെ വയ്ക്കുവാണേ. അടുത്ത ആൾക്ക് കുളിക്കാനുള്ള വെള്ളം ഞാൻ ചൂടാക്കാൻ ഒരു സൈഡിൽ വെച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോക്ക് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. സമയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു, വന്നിട്ട് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പോൾ ഇനി ഞാൻ കഴിക്കട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരും വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ.